ആ ചോദിച്ച നിമിഷം ആ മുള്ളിന്റെ ചക്രം നേരെ വന്ന് ഇദ്ദേഹത്തിന്റെ തലയിലെത്തി. അപ്പൊ ഇദ്ദേഹത്തിന്റെ തല മുൾ വേദനിപ്പിച്ചുകൊണ്ട് കറങ്ങാൻ തുടങ്ങി. ആ ഇതുവരെ കരഞ്ഞ ആളാകട്ടെ ഫ്രീ ആയി, അയാളുടെ വേദന പോയി, അയാൾ പോയി. അപ്പൊ ഇതെന്തൊരു അത്ഭുതം, ഇതെങ്ങനെ മുൾചക്രം എൻ്റെ തലയിലെത്തി? അപ്പൊ പറഞ്ഞു, ആ ഇതുപോലെ നിന്നെ പോലെ ഞാനും രത്നം അന്വേഷിച്ച് വന്ന ആളായിരുന്നു, അത്യാഗ്രഹം ഒത്തിട്ടെ. പക്ഷെ എത്തപ്പെട്ടത്, ഞാൻ വരുമ്പോ ഇതുപോലെ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ ചോദിച്ചു, എൻ്റെ മുന്നിൽ എൻ്റെ തലയിൽ അത് വന്നു. ഇനി നീ വേറൊരാള് നിന്നെ പോലെ അത്യാഗ്രഹിയാൾ വരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ അതുവരെ നീ ഇത് സഹിക്കണം. ഇതൊരു പ്രതീകാത്മകമായ അവതരണമാണ്. ഈ ചക്രം യഥാർത്ഥത്തിൽ കുബേര ചക്രമാണ്. ഇത് വളരെ പ്രസിദ്ധമായ ചക്രമാണ്. കുബേരൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, രാവണന്റെ അതെ ജ്യേഷ്ഠൻ തന്നെ. അപ്പോ ശ്രീലങ്ക ആക്കിയത് കുബേരനാണല്ലോ. കുബേരൻ, കുചേലൻ എന്നൊക്കെ പ്രയോഗങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുബേര ചക്രം എന്തിനാണ് കുബേരൻ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ, ഇതുപോലെ രത്നങ്ങൾ, എൻ്റെ രത്നങ്ങൾ കക്കാൻ വരുന്ന ഒരുപാട് ആളുണ്ടെന്ന് കുബേരന് നന്നായി അറിയാം. അപ്പൊ അതിനെ തടയാനുള്ള ഒരു നിർമ്മിച്ചെടുത്ത ചക്രമാണ് കുബേര ചക്രം, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ. സത്യത്തിൽ ഇതായിരുന്നു അവിടെയും സംഭവിച്ചത്. ഈ കഥ പറയുന്നത്, ഈ കഥ നമ്മളോട് പറഞ്ഞു തരുന്നത് അത്യാഗ്രഹമരുത്. അത്യാഗ്രഹിയായ ഒരാള് യഥാർത്ഥത്തിൽ അത് ചക്രമൊന്നുമല്ല, ഒരു പ്രതീകാത്മകമായ അവതരണം. എന്നും നമുക്കൊരു തൃപ്തി വരായിക, ഇനിയും ഇനിയും വേണമെന്ന, ഉള്ളതിലൊന്നും തൃപ്തി അടയാതെ ഇനിയും 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 വേണമെന്ന തരത്തിലുള്ള, ഇത് നിലവിലുള്ളതിനെ ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് ജീവിതത്തിൽ വന്നു ചേരും. ഇതാണ് ഞാൻ ഈ ലോഭം പറഞ്ഞപ്പോൾ, കാമം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കഥ ഓർമ്മിച്ച് പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ എന്നോടൊരു 10 മിനിറ്റ് കൂടി സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 10 മിനിറ്റ് കൊണ്ട് ചുരുക്കി പറയാൻ എന്തായാലും. അപ്പൊ കാമമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ പടി, അടുത്ത ഘട്ടം, അഷ്ടരാഗങ്ങളിൽ ഒന്ന് കാമം. ക്രോധമാണ് മറ്റൊന്ന്. ക്രോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്കറിയാം, അനുഭവം കൊണ്ടറിയാം, ലക്ഷണം കൊണ്ടറിയോ എന്നൊരു സംശയമുണ്ട്. ക്രോധം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്തതൊന്ന് സംഭവിക്കുക, അപ്പോഴുണ്ടാവുന്ന മനോവികാരമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്തതൊന്ന് നമുക്ക് മുന്നിൽ സംഭവിച്ചു, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന മനോവികാരമാണ് യഥാർത്ഥത്തിൽ ക്രോധം. ഈ ക്രോധം യഥാർത്ഥത്തിൽ നമ്മളെ വിവേകത്തെ നഷ്ടപ്പെടുത്തും. കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ എന്ന ഭഗവത്ഗീത. ക്രോധത്തിൽ നിന്ന് സമ്മോഹനമുണ്ടാവും, സമ്മോഹം, ബോധം കെട്ടൊരവസ്ഥയുണ്ടാവും. മൂന്നാമത്തെ അടുത്ത കെട്ടി കാമം, ക്രോധം, ലോഭം. ഈ ലോഭം നമ്മൾ ഓർക്കണം കേട്ടോ. വളരെ രസകരമായ ഒരു സാധനമാണ് ലോഭം. അതിൻ്റെ ലക്ഷണം നിങ്ങൾ അറിയേണ്ട ഒരു ലക്ഷണം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പരദ്രവ്യാഭിലാഷ, ഞാൻ നോട്ട് ചെയ്തപ്പോൾ കണ്ട ഒരു ലക്ഷണമാണ്. ലോഭത്തിന്റെ അർത്ഥം പരദ്രവ്യാഭിലാഷ. നോക്കൂ, ആ വാക്കിന്റെ ആഴം നോക്കൂ. പരന്റെ ദ്രവ്യത്തിൽ എനിക്കുണ്ടാവുന്ന അഭിലാഷം, ആഗ്രഹം, അതിനെയാണ് ലോഭം എന്ന് പറയുന്നത്. മറ്റുള്ളവന് ഒരുപാട് സമ്പത്തുണ്ട്, എടാ എനിക്കും കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള തോന്നൽ, അതിനെയാണ് ലോഭം എന്ന് പറയുക. ഈ ലോഭവും നമ്മളെ എന്നും ദുഃഖിപ്പിക്കും. കാരണം അന്യന്റെ മുതല് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് തെറ്റാവും. അപ്പൊ എന്നും അസ്വസ്ഥതകൾ മാത്രമേ, അവനത് വാങ്ങി, അവനിത് വാങ്ങി, അവനത് വാങ്ങി, അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതയിലേക്കാണ് അത് പോവുക. അപ്പൊ ലോഭവും അരുത്. ലോഭത്തെ നമ്മൾ നിയന്ത്രിക്കുവാൻ പഠിക്കണം. ലോഭത്തെ ചവിട്ടിത്താഴ്ത്തണം, കീഴ്പ്പെടുത്തണം എന്നതാണ് ആ പടിയുടെ രഹസ്യം. കാമം, ക്രോധം, ലോഭം. അടുത്തത് മോഹം. മോഹം നമുക്ക് പരിചയമുള്ളതാണ്.
മോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെടുക എന്നാണ്. മോഹ ആലസ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ബോധം കെട്ടു എന്നതിനാണ് നമ്മൾ പറയുക. മോഹിക്കുക എന്ന് പറയാൻ മോഹത്തെ സമ്മൂഢാവസ്ഥയായിട്ടാണ് കണ്ടിരിക്കുന്നത്. മൂഢമായ അവസ്ഥ, ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടാണ് മോഹത്തെ കണ്ടിരിക്കുന്നത്. സമ്പൂർണ്ണ വിവേകബോധം നശിച്ച അവസ്ഥ, ബോധം കെട്ട അവസ്ഥ, അതാണ് മോഹം. വേണ്ടാത്തത് ചെയ്യേണ്ടാത്തത് ചെയ്യണമെന്ന തോന്നലുണ്ടാവുക, അത് ശരിയാണെന്ന തരത്തിൽ ചെയ്യാൻ തോന്നുക, അതിനെയാണ് മോഹം എന്ന് പറയുക. അപ്പൊ ആ മോഹത്തെ നമ്മൾ കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണം എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ കാമം, ക്രോധം, മോഹം, ലോഭം, മോഹം. ഇനി മതം, മാത്സര്യം. മതം അഹങ്കാരമാണ്. മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരകരമായ അവസ്ഥ. അഹങ്കാരം, ഞാൻ ആണ് എല്ലാം, മറ്റുള്ളതെല്ലാം എനിക്ക് താഴെ, ഞാൻ പറയുന്നതാണ് ശരി, ഇങ്ങനെ മതിച്ചു നിൽക്കുന്ന അവസ്ഥ. മതം 3 കാരണങ്ങൾ കൊണ്ടാണ്: പണം കൊണ്ടും അറിവ് കൊണ്ടും ശക്തി കൊണ്ടും ഉള്ള മതം. അതാണ് അഹങ്കാരാവസ്ഥ. അതിനെയാണ് മതം എന്ന് പറയുക. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. മതമരുത്, ഇതിനെ കൺട്രോൾ ചെയ്യാൻ ശീലിക്കണം. പിന്നെ മാത്സര്യം. മാത്സര്യം നമുക്കറിയാം, മത്സരത്തിൻ്റെ ഭാവമാണ് മാത്സര്യം. മത്സരിക്കുക. എന്തിനു വേണ്ടിയാണ് മത്സരിക്കുക? മറ്റവനുള്ള സമ്പത്തിൽ ദുഃഖമുണ്ടാവുന്ന അവസ്ഥയാണ് മത്സരം. അവിടെയാണ് നമ്മൾ മത്സരിക്കുക. എനിക്കില്ല എന്നുള്ളതിലല്ല ദുഃഖം, മറ്റവനുണ്ട് എന്നുള്ളതിലാണ് ദുഃഖം വരുന്നത് മത്സരത്തിൻ്റെ സാഹചര്യത്തിൽ. അത് പ്രത്യേകം ഓർമ്മിക്കണം. എനിക്കില്ല, അതൊരു സങ്കടമായി വരേണ്ടതാണ്, പക്ഷെ ആ സങ്കടമൊന്നും അല്ല അവിടെ. മറ്റവനുണ്ടല്ലോ, അത് ദുഃഖമായി നമ്മളിൽ അനുഭവപ്പെടുക. ആ ഒരു ദൃഷ്ടിയാണ് മാത്സര്യം. അപ്പൊ അതും അരുത്. അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശീലിക്കണം. മതം, മാത്സര്യം. അവസാനത്തേത് അസൂയ. അസൂയ. അസൂയക്ക് വളരെ രസകരമായ പദമാണ് ഞാൻ അസൂയക്ക് കണ്ടത്. നോക്കൂ, 2 ലക്ഷണങ്ങളാണ് അസൂയയെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ കണ്ടത്. ഗുണേഷു ദോഷ ആവിഷ്കരണം, പരഗുണേ ദോഷ ആരോപണം. ഇത് നമ്മൾ ഒന്ന് ഓർമ്മിക്കണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഗുണേഷു ദോഷ ആവിഷ്കരണം, പരഗുണേ ദോഷ ആരോപണം. ഇതാണ് അസൂയ. നോക്കൂ, ആ ശ്രീജിത്ത് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, പ്രഭാഷണം ചെയ്യാൻ വന്ന, നല്ല കുറിയൊക്കെ തൊട്ട് കണ്ടാൽ എന്ത് നല്ല പരമഭക്തനാണ്, എന്ത് നല്ല മനുഷ്യനാണ്, നിത്യം നാമം ചൊല്ലുന്നു, തൊഴുന്നു, എന്തൊരു ഭക്തനാണ് എന്ന് പറയുന്ന കാര്യത്തെ, ഇത് ഗുണമാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതൊക്കെ ഗുണമാണ്. പക്ഷെ ഇത് കേട്ടപ്പോൾ അസൂയ ആളുകൾ എന്ത് പറയും? ഈ ഗുണങ്ങളുടെ പ്രഭാവത്തെ കെടുത്തി ഈ ഗുണങ്ങളെ തന്നെ ദോഷമായി അവതരിപ്പിക്കുക. കുറിയൊക്കെ തൊട്ടിട്ട് വരും, ഉള്ളിലെന്താന്ന് ആർക്കറിയാം? സെയിം ദോഷത്തെ പിടിച്ചൊരു ട്വിസ്റ്റ്, ദോഷത്തെ തന്നെ എന്താക്കി മാറ്റി? മോശമാക്കി മാറ്റി. ദോഷ ആവിഷ്കരണം. അസൂയാലുക്കൾ അതാണ്. ഇനി രണ്ടാമത്തേത് നോക്കൂ, പരഗുണേ ദോഷ ആരോപണം. ശ്രീജിത്ത് എന്ന വ്യക്തി ഈ അമ്പലത്തിന്റെ 7 അയലത്ത് വരാത്ത ആളാണ്. ഇപ്പൊ ഇതാ കുറച്ച് മാസങ്ങളായിട്ട് സ്ഥിരമായിട്ട് അമ്പലത്തിൽ വരുന്നുണ്ട്. എന്തോ ഒരു സംഗതിയുണ്ട്, അമ്പലത്തിന്റെ പ്രസിഡന്റോ മറ്റോ ആവാനാണോ നോക്കൂ. ആരോപണം. ആ ഗുണങ്ങളിൽ പുതിയൊരു കാര്യത്തെ ആരോപിക്കുക, ഇതാണ് അസൂയ. ഇത് ഞാൻ വിശദീകരിക്കാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ കാരണം എന്താ പറയുക? നമ്മുടെ ആചാര്യന്മാരെ അസൂയക്കൊക്കെ എത്ര സൂക്ഷ്മമായിട്ടാണ് നിർവചനം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സെയിം ഭാവമല്ലേ ഇതൊക്കെ? അതിനെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം അസൂയകൾ, അത് അരുത്. അസൂയ അരുത്. അതിനെയും നമ്മൾ നിയന്ത്രിക്കണം. അരുത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അരുത് എന്നല്ല കേട്ടോ, നിയന്ത്രിക്കണം എന്നുള്ള
ഭാവത്തോടു കൂടിയാണ്, അതിനെ നമ്മൾ കീഴ്പ്പെടുത്തണം എന്ന ഭാവത്തോടു കൂടിയാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പൊ 5ഉം 3ഉം 8ആയി. വളരെ പെട്ടെന്ന് തീർക്കാം. അടുത്തത് ത്രിഗുണങ്ങളാണ്. അടുത്ത 3 പടികൾ ത്രിഗുണങ്ങളാണ്. 5ഉം 3ഉം 8ആയി. 8ഉം 5ഉം 13ആയി. 13ഉം അടുത്ത വരാൻ പോകുന്ന 3 പടികൾ ത്രിഗുണങ്ങളാണ്. 3 ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങളാണ്. ഇതൊരുപാട് വിശദീകരിക്കാനുള്ള കാര്യമാണ്. 1-2 വാക്കിൽ ഞാൻ നിർത്താം. എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും നമ്മളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന 3 ഗുണങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ ശാന്ത സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെ സത്വഗുണമാണ് നമ്മുടെ ഉള്ളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സത്വഗുണത്തിന്റെ സ്വഭാവം ശാന്തതയാണ്. രണ്ടാമത്തെ ഗുണം രജോ ഗുണമാണ്. നമ്മൾ എപ്പോഴാണോ ഊർജ്ജസ്വലരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഗുണം രജോ ഗുണമാണ്. കാരണം രജസ്സിന്റെ സ്വഭാവം ചലിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്തുവാണ് കേട്ടോ. വിശദീകരിക്കാൻ ഒരുപാടുള്ള വിഷയമാണ്. 3ാമത്തെ ഗുണം തമസ്സാണ്. ഒന്നും കയ്യില, വെറുതെ കുത്തിരിക്കുമല്ലോ. മടി, ആലസ്യം, ശുദ്ധ ആലസ്യം. എപ്പോഴാണോ നമുക്ക് മടി പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗുണം തമസ്സാണ്, ഇരുട്ട്. അപ്പൊ ഈ 3 ഗുണങ്ങളും നിയന്ത്രിത സ്വഭാവത്തോടുകൂടി നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ആചാരങ്ങളിലൂടെ, ശീലങ്ങളിലൂടെ, ദിനചര്യകളിലൂടെ സാധിക്കണം എന്നാണ്. അതിനെയാണ് കീഴ്പ്പെടുത്തുക. ഈ 3 ഗുണങ്ങളെയും കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ 13ഉം 3ഉം 16. ഇനി അവസാനത്തെ 18 പടികളിൽ ലാസ്റ്റ് 2 പടികൾ. ഒന്ന് അവിദ്യ അഥവാ അജ്ഞാനം. രണ്ടാമത്തേത് ജ്ഞാനം. അവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്ഞത. അതൊരു വേദാന്തപരമായ അറിവാണ്. ഉയർന്നു പോയി നമ്മൾ. അതൊരു ആത്മാവിനെ ഞാനാണ് ഈ ശരീരം എന്ന ബോധം. ഈ ശരീരം ഞാനല്ലെന്നും എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് ശരീരമെന്നും എന്നിൽ നിന്ന് ഭിന്നമാണ് ഈ ശരീരമെന്നും എന്നൊക്കെ അറിവ്. ആ അറിവ് അറിയാത്ത അവസ്ഥയാണ് അജ്ഞാനം. ആ അറിവ് അറിയുന്ന അവസ്ഥയാണ് ഈ ചൈതന്യവും ഈ പ്രപഞ്ചവും, പ്രപഞ്ച ചൈതന്യവും ഒക്കെ ഞാനാണെന്ന്, ഒന്നാണെന്നുള്ള ഭാവം. ഇതോടുകൂടി നമ്മൾ 18 പടികളെ കീഴ്പ്പെടുത്തുമ്പോൾ എത്തുന്നത് സാക്ഷാത് തത്വമസി തത്വബോധത്തിലാണ്. അത് തന്നെയാണ് നീ, ഈശ്വരൻ തന്നെയാണ് നീ എന്ന ബോധത്തിലാണ്. നമുക്കിതൊരു ആത്മീയ യാത്രയുടെ, ഒരു ഭക്തന്റെ ആത്മീയ യാത്രയുടെ ഒരു വ്രതാനുഷ്ഠാന പദ്ധതിയാണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇതിനെ കേവലം ഒരു യാത്രയായി കാണാതെ നമ്മുടെ ഉള്ളിൽ ഉയരേണ്ടുന്നതായ കർമ്മശുദ്ധിയുടെയും വ്രതശുദ്ധിയുടെയും ആചാരശുദ്ധിയുടെയും ജീവിതശുദ്ധിയുടെയും തദ്വാര നമ്മുടെ പുണ്യങ്ങൾ ആർജിക്കേണ്ടുന്ന വഴികളൊക്കെ വഴിതെളിയുന്ന ആചാര പദ്ധതികളായി ഇതിനെ കാണേണ്ടതുണ്ട്. അതാണ് നമ്മൾ ആത്യന്തികമായി നമ്മുടെ ആർഷ പരമ്പര മഹർഷിമാർ നമുക്ക് തന്നിരിക്കുന്ന ഈ വ്രതാനുഷ്ഠാന പദ്ധതിയുടെയൊക്കെ ഗ്രാഹ്യം. എത്രയാണ് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഒരു വേദി തന്നതിനും ഇത്രയും